ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മുന്നേറുകയാണെന്ന് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. രാജ്യത്ത് പുതിയ 15 നമോ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ, 200 വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിനായി റെയിൽവേ ബജറ്റിൽ 3042 കോടി രൂപ വകയിരുത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കേരളത്തിൽ പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നീന്തൽ താരം സജൻ പ്രകാശിന് വെള്ളി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇരുസഭകളിലും തുടക്കമായി. ജനുവരി 31 ആരംഭിച്ച പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഏപ്രിൽ 4 വരെ തുടരും. രാജ്യം ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും വികസിത ഭാരതത്തിലേക്ക് നീങ്ങുകയാണെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും രാജ്യസഭയിൽ രാഷ്ട്രപതിക്കുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് തുടക്കമിട്ട BJP അംഗം കിരൺ ചൌധരി പറഞ്ഞു. തൊഴിലില്ലായ്മ, സാധനങ്ങളുടെ വിലക്കയറ്റം, US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച തുടങ്ങിയ വിഷയങ്ങൾ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ ചർച്ചയിൽ ഉന്നയിച്ചു. സർക്കാരിൽ വിവിധ വകുപ്പുകളിൽ ഒഴിവുകൾ ഉണ്ടെങ്കിലും അവ നികത്തപ്പെടുന്നില്ലെന്ന് ഖർഗെ പറഞ്ഞു. ജാതി സെൻസസ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3.2% കുറഞ്ഞതായി തൊഴിൽ സഹമന്ത്രി ശോഭ കരന്തലജെ ലോക്സഭയിൽ അറിയിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 4 കോടിയിലധികം യുവാക്കൾക്ക് തൊഴിലവസരങ്ങളും വൈദഗ്ധ്യവും സുഗമമാക്കുന്നതിനായി പ്രധാനമന്ത്രിയുടെ പാക്കേജിന് കീഴിലുള്ള 5 പദ്ധതികൾ ഈ സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മുന്നേറുകയാണെന്ന് കേന്ദ്ര സർക്കാർ. കൃഷി, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് ഇത്തവണത്തേതെന്ന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി തുഹിൻ കാന്ത പാണ്ഡെ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 2025-26 കേന്ദ്ര ബജറ്റിനെക്കുറിച്ചുള്ള ഫിക്കി കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിനുള്ള റെയിൽവേ ബജറ്റ് വിഹിതം 3042 കോടി രൂപയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച റെയിൽവേ പദ്ധതികളും വകയിരുത്തലും സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമൃത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകൾ നവീകരിച്ചതായി കേന്ദ്രമന്ത്രി അറിയിച്ചു. 15 new Namo Bharat trains, 100 new Amrit Bharat trains and 200 new Vande Bharat trains. That is the approval in the budget, and 1000 new flyovers and underpasses. The total investment being done in Kerala is 15,742 crore. 35 stations are being completely redeveloped under the Amrit Station program. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. 70 അംഗ നിയമസഭയിലേക്ക് മറ്റന്നാളാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഈ മാസം 8 നടക്കും. വോട്ടെടുപ്പ് ദിവസം രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എക്സിറ്റ് പോൾ വിലക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ICDS പദ്ധതി 50ാം വർഷത്തിലെത്തുമ്പോൾ രാജ്യത്തിനാകെ മാതൃകയാകുന്ന നടപടികളുമായാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നീന്തൽ താരം സജൻ പ്രകാശിന് വെള്ളി. 200 മീറ്റർ വ്യക്തിഗത മെഡ്ലി വിഭാഗത്തിലാണ് മെഡൽ നേട്ടം. 15 കിലോമീറ്റർ സ്ക്രാച്ച് റേസിൽ കേരളത്തിന്റെ അദ്വൈത് ശങ്കർ വെള്ളി മെഡൽ കരസ്ഥമാക്കി. അതേസമയം വനിതകളുടെ വാട്ടർ പോളോ ഇനത്തിലും നീന്തലിൽ 4x100 മീറ്റർ ഫ്രീ സ്റ്റൈൽ റിലേയിലും കേരളം ഫൈനലിൽ പ്രവേശിച്ചു. മെഡൽ നേട്ടത്തിൽ കർണാടകയാണ് 1ാം സ്ഥാനത്ത്, സർവീസസ് 2ാം സ്ഥാനത്തും മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. കേരളം പട്ടികയിൽ 11ാമതാണ്. ISNL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റിൽ യുണൈറ്റഡ് ഒഡീഷ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 4ാമതും ഒഡീഷ 7ാമതുമാണ്. അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിന് 5 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI.
മലേഷ്യയിലെ ബെയ്യൂമാസ് ഓവലിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ജേതാക്കളായത്. ലോകത്തെ മുൻനിര വ്യോമയാന വിപണിയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ 800 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്നും വിമാനങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് തൊഴിലാളികൾക്ക് വിദഗ്ധ പരിശീലനം നൽകുന്നുണ്ടെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാംമോഹൻ നായിഡു രാജ്യസഭയിൽ പറഞ്ഞു. സാങ്കേതിക തകരാറുകളും സുരക്ഷാ പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. India is one of the leading aviation markets in the whole world, and we have the numbers which back it up, sir. We already have 800 planes operating in the Indian aircraft space from the Indian operators, and we have so many planes coming into the Indian airspace, then you definitely need more pilots also to be trained. And obviously our DGCA and the civil aviation, we are all putting many efforts so that the technical glitches, the safety issues and the occurrences, they all come down. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഉഡാൻ എക്സ്റ്റൻഷൻ പദ്ധതിക്ക് കീഴിൽ 100 പുതിയ വിമാനത്താവളങ്ങൾ കൂടി സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഇന്ന് ആരംഭിച്ച മെഡിക്കൽ ലബോറട്ടറി പ്രദർശനത്തിന്റെ 24ാം പതിപ്പിൽ 40 രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം സംരംഭകർ പങ്കെടുക്കുന്നു. മെഡിക്കൽ ലബോറട്ടറി സാങ്കേതിക വിദ്യയുടെയും ആരോഗ്യ സംരക്ഷണ നവീകരണ മാർഗങ്ങളുടെയും 4 ദിവസത്തെ പ്രദർശനത്തിനാണ് തുടക്കമായത്. 62 ഇന്ത്യൻ കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വടക്കൻ സിറിയയിൽ മാൻബീജ് മേഖലയിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും സ്ത്രീകളാണെന്ന് പ്രാദേശിക സിറിയൻ സിവിൽ ഡിഫൻസ് അറിയിച്ചു. സ്ഫോടനത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. 2024 ഒക്ടോബർ 3 ആരംഭിച്ച പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയിൽ ഇതുവരെ 6 ലക്ഷത്തിലധികം അപേക്ഷകൾ ലഭിച്ചതായി കേന്ദ്ര സഹമന്ത്രി ഹർഷ് മൽഹോത്ര ലോക്സഭയിൽ അറിയിച്ചു. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും ജനുവരി 9 ആരംഭിച്ച 2ാം ഘട്ടത്തിൽ കമ്പനികൾ പുതിയ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പ്രക്രിയയിലാണെന്നും മന്ത്രി പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം ഡിസംബർ വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ഇരുമ്പയിര് ഉൽപ്പാദനം 2.5% വളർച്ച കൈവരിച്ച് 203 നിന്നും 208 ദശലക്ഷം മെട്രിക് ടണ്ണായി ഉയർന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഇതേ കാലയളവിൽ മാംഗനീസ് അയിരിന്റെ ഉൽപ്പാദനം 8.3%, ചെമ്പ് ഉൽപ്പാദനം 7.3% വർദ്ധിച്ചു. രാജ്യത്ത് കൽക്കരി ഉൽപ്പാദനം 2030 1533 ദശലക്ഷം ടണ്ണായി ഉയരുമെന്ന് കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ പറഞ്ഞു. കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയുടെ നിലവിലെ റോയൽറ്റി നിരക്കുകൾ പരിഷ്കരിക്കേണ്ടതില്ലെന്ന് ഇത് സംബന്ധിച്ച പഠനം നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ എയ്റോ ഷോയായ എയ്റോ ഇന്ത്യയുടെ 15ാമത് പതിപ്പ് ഈ മാസം 10 മുതൽ 14 വരെ ബംഗളൂരുവിലെ യലഹങ്കയിലുള്ള എയർഫോഴ്സ് സ്റ്റേഷനിൽ നടക്കും. ആഗോള ഇന്ത്യൻ ബഹിരാകാശ വ്യവസായങ്ങളിലെ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയാണ് പ്രദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പരിപാടിയുടെ ഭാഗമായി പ്രതിരോധ മന്ത്രിമാരുടെ കോൺക്ലേവ്, എയർ ഷോകൾ, എയ്റോസ്പേസ് കമ്പനികളുടെ വ്യാപാരമേള തുടങ്ങിയവയും സംഘടിപ്പിക്കും. 2028 ഒളിമ്പിക്സിന് തയ്യാറെടുക്കുന്നതിനായി സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് സമഗ്രമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് കേന്ദ്ര സർക്കാർ. CSR പദ്ധതിയുടെ ഭാഗമായി ദേശീയ കായിക വികസന ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നതിനായി കോർപ്പറേറ്റ്, പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സർക്കാർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ലോക്സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകൾ 18,000 കോടി രൂപയിലധികം വർദ്ധിച്ച് വാർഷിക വളർച്ചാ നിരക്ക് 44% രേഖപ്പെടുത്തി. ലോക്സഭയിൽ ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി അറിയിച്ചതാണ് ഇക്കാര്യം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 319 പോയിന്റ് നഷ്ടത്തിൽ 77,187ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 121 പോയിന്റ് നഷ്ടത്തിൽ 23,361ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മുന്നേറുകയാണെന്ന് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും പുരോഗമിക്കുന്നു. രാജ്യത്ത് പുതിയ 15 നമോ ഭാരത് ട്രെയിനുകൾ, 100 അമൃത് ഭാരത് ട്രെയിനുകൾ, 200 വന്ദേ ഭാരത് ട്രെയിനുകൾ എന്നിവ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിനായി റെയിൽവേ ബജറ്റിൽ 3042 കോടി രൂപ വകയിരുത്തി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. വോട്ടെടുപ്പ് മറ്റന്നാൾ. കേരളത്തിൽ പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ നീന്തൽ താരം സജൻ പ്രകാശിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.